ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റു ഒരു ചായ ഇട്ട് കുടിക്കുവാണ്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? അതോ ചായ കുടിക്കാനൊക്കെ പോകുന്നതേ ഉള്ളോ? അതോ ആരും എഴുന്നേറ്റിട്ടില്ലേ? എൻ്റെ ചക്കിക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു. പിന്നെ ചായക്ക് എനിക്ക് നല്ല മധുരവും നല്ല കടുപ്പും ഒക്കെ വേണേ. ഞാൻ നല്ലപോലെ മധുരം ഇട്ടാണ് ചായ കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ചായയൊക്കെ തിളച്ചു. ചായ നല്ലപോലെ പതയ്ക്കണേ. 2 കപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചൊന്ന് പതപ്പിച്ച് ശകലം ചൂടാറിയിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ചൂട് ഇഷ്ടമല്ല. ആ ചായയുടെ രുചി കിട്ടണമെങ്കിൽ കുറച്ച് ചൂടാറിയിട്ട് കുടിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. എൻ്റെ ചേട്ടത്തി അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവളിങ്ങനെ ആറ്റാൻ സമ്മതിക്കത്തില്ല. അവൾക്ക് ആ തിളച്ച ചൂടോടുകൂടി കപ്പിലൊഴിച്ച് കുടിക്കണം. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഞാനിങ്ങനെയാണ് കുടിക്കുന്നത്. അപ്പോൾ അതേ ചായ ഒഴിച്ച് കപ്പിൽ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീൻ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പം മീൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വണ്ടി അങ്ങോട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. തിരിച്ച് വരുമ്പോഴത്തേക്ക് വേണം എനിക്ക് കുറച്ച് മീൻ വാങ്ങാൻ. ഈ വണ്ടിക്കാരോടൊന്നും ഞാൻ എപ്പോഴും വാങ്ങുകയല്ല, ഇതുപോലെ ഇടയ്ക്കൊക്കെ വാങ്ങുകയുള്ളേ. വെട്ടി കിട്ടാത്തത് കൊണ്ടേ ഞാൻ വെട്ടി വാങ്ങിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അടപ്പം പലതരം മീനുകളുണ്ട്. അങ്ങനെ ഞാൻ മത്തിയാണ് വാങ്ങിച്ചത്. നല്ല നാടൻ മത്തി ഉണ്ടായിരുന്നു. മത്തിയും തിരിയാനുമാണ് വാങ്ങിയത്. ഇത് കണ്ടില്ല, നല്ല പിടയ്ക്കുന്ന മത്തി എന്ന് പറയുന്നത് പോലെ നല്ല മത്തിയായിരുന്നു. അങ്ങനെ അതുകൊണ്ടൊന്ന് ഞാൻ വെള്ളത്തിലിട്ട് ഇനി ഇത് വെട്ടിയെടുക്കണം. 1 കിലോ മത്തിയുണ്ട്, 1/2 കിലോ തിരിയാനും ഉണ്ട്. അപ്പം അതൊരു ജോലിയാണ് വെട്ടിയെടുക്കുന്നത്. ആ നേരത്തിന് ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് ഓർത്ത്. ചോറ് അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് മീനൊക്കെ വെട്ടിയെടുത്ത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. നിങ്ങളെല്ലാം മത്തി വെട്ടുന്നവരൊക്കെ അല്ലേ, അപ്പോൾ അതും കൂടെ കണ്ട് എന്തിനാ ബോറടിപ്പിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല. അങ്ങനെ എല്ലാം മത്തിക്കറി വയ്ക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചു. അത് ചൂടായ ശേഷം ഉലുവായും കടുകും ഒക്കെ ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം കൂടെ ഇട്ട് ഇളക്കിയെടുക്കുവാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻകറി വയ്ക്കുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണോ? എൻ്റെ സ്റ്റൈലിൽ ഞാൻ വെക്കുന്നതാണ്. എന്നെക്കാൾ നന്നായിട്ട് വെക്കാൻ അറിയാവുന്നവരൊന്നും എന്നെ പൊങ്കാലിടാൻ വരല്ലേ. ഞാനിങ്ങനെയാണ് വെക്കുന്നത്, അതുപോലെ കാണിക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അങ്ങനെ എൻ്റെ ഉപ്പ് വരണേ എങ്ങനെയുണ്ട്? ഞാൻ ഈടെ വാങ്ങിയതാണ്, പുതിയതാണ്, സൂപ്പറല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. ഇങ്ങനെ കൈയിട്ട് ഉപ്പെടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈ കയറും, നല്ല വാവട്ടം ഉള്ളതാണ്. ഇവിടെ ഫാമിലി ബസാറിൽ ഇപ്പം വാങ്ങിയതാണ്. 2 എണ്ണം വാങ്ങിയായിരുന്നു, കല്ലുപ്പും ഇതും ഇടാൻ. ഇനി എനിക്ക് 2-3 എണ്ണം കൂടെ വാങ്ങണം. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ തേങ്ങ അരച്ചാണ് മീൻകറി വെക്കുന്നത്. തേങ്ങ ഞാൻ ഇവിടെ ചുരണ്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അത് തീരാറായ. ഇനി എനിക്ക് തേങ്ങ ചുരണ്ടാൻ മില്ലിൽ പോകണം. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കുറച്ച് തേങ്ങ ചുരണ്ടി വെക്കണം. ഇപ്പോൾ എല്ലാ തേങ്ങയും കഴിഞ്ഞ്. അപ്പോൾ ഞാൻ തേങ്ങ അതേ അരച്ചെടുത്ത് മീൻകറിയിലേക്ക് ചേർക്കാനാണ്. ഇതെല്ലാം വഴന്ന് വരുമ്പോഴത്തേക്കും തേങ്ങ അരച്ച് വെക്കാമല്ലോ. അങ്ങനെ അതായി കഴിയുമ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എൻ്റെ മുളക് പൊടി തീർന്ന്, വേറെ ഇനി പൊട്ടിച്ചിടണം. അത് കഴിഞ്ഞ് ഫിഷ് മസാല ഞാൻ ഇട്ടായിരുന്നു. അത് എൻ്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ലേ. അതിനുശേഷം കുടംപുളി ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചക്കീനെ ഒരിക്കൽ സ്കൂളിൽ വിട്ടേ. ചെക്കിനെ ഞാനല്ലേ കൊണ്ടുപോയി വിട്ടു, എൻ്റെ വാപ്പിയാണ് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇന്ന് പോകുന്ന വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. പിന്നെ കുറേ ദിവസം അടുപ്പിച്ച് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന വീഡിയോ ഒക്കെ എടുത്തപ്പം എല്ലാവർക്കും ബോറടിക്കാൻ തുടങ്ങിയില്ലേ. അതുകൊണ്ടാട്ടോ അതൊന്നും എടുത്തിടാതിരുന്നത്. അത് കഴിഞ്ഞ് പുളിയെല്ലാം ഇട്ട് മീനിക്ക് വെള്ളമെല്ലാം കറക്റ്റ് ഒഴിച്ചു കൊടുത്ത ശേഷം അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ അതിലേക്ക് ഇടുവേ. അപ്പം മീൻ അതിലേക്ക് കറക്റ്റ് ഇടുവാണ്. എന്നിട്ട് മീൻ അവിടെ ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ഈ അരച്ച തേങ്ങാനെ കലക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും. എനിക്കിങ്ങനെ പിരിഞ്ഞു പോകുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് തേങ്ങ കലക്കി തീ ഓഫ് ചെയ്യുക ചെയ്യുന്നത്. അത് ഞാൻ പറയാതെ എൻ്റേതായ രീതിയിൽ ഞാൻ വെക്കുന്നത് കൊണ്ടാകട്ടെ. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരും എന്നെ പൊങ്കാലിടാൻ വരണ്ടായി ഇങ്ങനെയാണോ മീൻകറി വെക്കുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ വെക്കുന്ന മീൻകറിക്ക് നല്ല ടേസ്റ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ആ സമയത്ത് ഞാൻ മത്തി വറുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്കിന്ന് കുറേ ദിവസമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പാൽക്കപ്പ കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ പാൽക്കപ്പയും കൂടെ വെക്കുന്നുണ്ട്. പാൽക്കപ്പയും മത്തി വറുത്തതും മത്തിക്കറിയും പപ്പടവും ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ മീൻകറിയൊക്കെ വെക്കുന്നത്. നിങ്ങളൊക്കെ പാൽക്കപ്പ ഉണ്ടാക്കാറുണ്ടോ? അതോ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ഇന്നിത് ഉണ്ടാക്കിയൊന്ന് കഴിക്കണമെന്ന് 2-3 ദിവസമായിട്ടൊരാഗ്രഹമാണ്. അപ്പം ഞാൻ മീനൊക്കെ പിറക്കിയിട്ടു. മീനെല്ലാം വറുത്ത ശേഷം പപ്പടവും വറുത്ത്
മീൻ കറിയും അന്നേരം ഉച്ചയ്ക്കുള്ള ചോറിനുള്ള കറിയും ആകും, പിന്നെ എൻ്റെ പാൽക്കപ്പയ്ക്കും കൂടെ ആവുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ, ഇൻസ്റ്റയിലാണെങ്കിലും ഫോളോ ചെയ്യണേ. പിന്നെ അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എന്താ നിങ്ങൾക്കൊക്കെ ഇന്ന്? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്കിറങ്ങുമ്പം പറയാറുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, ലൈക്കൊക്കെ ചെയ്യണം, കമൻറ്റ്, ഷെയർ ഇതെല്ലാം ചെയ്യണേ. അപ്പോൾ എൻ്റെ മീൻകറി വെന്ത് തേങ്ങ ഒക്കെ കലക്കി അതിന് എടുത്ത് മാറ്റി വെക്കുവാണേ. 12:30 ആകുമ്പം ചക്കി സ്കൂൾ വിട്ട് വരുവേ. അതിന് മുമ്പ് തന്നെ ജോലികളൊക്കെ തീർക്കണം. ചക്കി വന്നു കഴിഞ്ഞെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ചക്കി ചുമ്മാ വഴക്കുണ്ടായിക്കൊണ്ട് നടക്കും. ചക്കിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ചക്കി ഭയങ്കര ശല്യമാണ്. ചക്കിനെ പോലെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന പിള്ളേരൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എൻ്റെ മീനൊക്കെ വെന്തു, അതൊക്കെ ഞാൻ കോരിയെടുക്കുവാണ്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ചെറിയ ചെറിയ മഴയുണ്ട്. നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ? മഴ കഴിയും, പിന്നെ ഒന്ന് വെയിൽ തെളിയും, പിന്നെയും മഴ പെയ്യും. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ എൻ്റെ ചോറ് വെന്തു, അധികം വടിച്ചിട്ടേക്കാവെന്ന് ഓർത്തു. അപ്പോൾ അത് വടിക്കുവാണ്. ഞാൻ ഇങ്ങനെ വാഷ് ബേസിനിൽ വെച്ചാണ് വടിക്കുന്നത്. എനിക്ക് വർക്ക് ഏരിയയിൽ അടുപ്പും വടിക്കാനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയി അങ്ങനെ കത്തിക്കാറില്ല. അവിടെ ഗ്യാസ് അടുപ്പൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ഈ അടുക്കള ജോലി ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ അപ്പുറത്തോട്ട് അങ്ങനെ കാര്യമായിട്ട് പോകാറില്ല. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകിയെടുക്കുവാണേ. ഞാൻ ഒരുപാട് കൂട്ടിയിടുകയല്ല ഈ പാത്രം, കുറേശ്ശെ ആകുമ്പം തന്നെ കഴുകിയെടുക്കും. ജോലിയുടെ ഇടയ്ക്ക് തന്നെ കുറേശ്ശെ കഴുകിയെടുക്കും. അപ്പോൾ ഈ ഒരുപാട് ഒരുമിച്ചിട്ട് കഴുകണ്ടല്ലോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ? അതോ നിങ്ങളെല്ലാം ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണോ പാത്രം കഴുകുന്നത്? കണ്ടോ എൻ്റെ ചൂട് കഞ്ഞിവെള്ളത്തിൽ നിന്ന് ആവി പറക്കുന്ന കണ്ടോ? ഞാൻ കഞ്ഞി വടിച്ചിട്ട് മാറ്റി വെച്ചില്ല. അപ്പോൾ നല്ല ചൂട് കഞ്ഞിവെള്ളം അവിടെ ഇരിക്കുവാണ്. അത് കണ്ടില്ല, അതിൽ നിന്നാണ് ഈ ആവി പറക്കുന്നത്. അങ്ങനെ പാത്രമെല്ലാം കഴുകിയ ശേഷം പപ്പടം വറുത്തില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞാൻ പപ്പടവും കൂടെ വറുത്തെടുക്കുവാണ്. അപ്പോൾ എൻ്റെ പാൽക്കപ്പയ്ക്ക് വേണ്ടി കഴിക്കാനാണ് ഈ പപ്പടമൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നത്. പാൽക്കപ്പ ഇപ്പം തന്നെയാവും. അപ്പോൾ കപ്പ അവിടെ ഒരാൾ ഞുറുക്കിക്കൊണ്ടിരിക്കുവാണ്, പൊളിച്ച് ഞുറുക്കി തരുവാണ്. ആ സമയത്തിന് ഇതെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വേവിച്ച് ആക്കിയെടുക്കാമല്ലോ. അപ്പോൾ അത് വന്ന് ആദ്യം ഞാനൊന്ന് വേവിച്ച് ഊറ്റിക്കളഞ്ഞ ആ വെള്ളം. അതിന് ശേഷം പച്ചമുളകൊക്കെ ഇട്ട് ഇഞ്ചിയും ചതച്ചിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടെ വേവിച്ച് കുറുക്കിയെടുക്കുവാണ്. ഇത് കുറുകിയ ശേഷം താളിച്ചൊഴിച്ചിട്ട് ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കണേ. അപ്പോൾ താളിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാ വെന്ത് കുറുകി വന്ന് ഇനി ഇതിലേക്കിത് ഒഴിച്ചിട്ട് ഇളക്കണം. അപ്പോൾ അത് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുവാണ്. താളിച്ചത് ഇട്ടതിന് ശേഷം ഫസ്റ്റ് തേങ്ങാപ്പാലും ഒഴിച്ച് ഇളക്കിയെടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഞാനത് എന്നിട്ട് കഴിക്കുവാണ്. അടിപൊളിയാണ്. അപ്പം അടുത്തൊരു വീഡിയോസുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.